നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ 2.5 വർഷത്തിനു ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ റമദാൻ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, റമദാൻ നോൻപിനോടനുബന്ധിച്ച് പ്രവാസികൾക്കേറെ നിർണായകമാകുന്ന, ഏറെ സഹായകമാകുന്ന ഒരു വാർത്തയാണ് UAE പുറത്തുവിട്ടിരിക്കുന്നത്. ഭക്ഷ്യവില വർദ്ധിക്കുന്നതിന് പുതിയ നയവുമായി UAE സാമ്പത്തിക കാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. പാൽ, പഞ്ചസാര, ഉപ്പ്, അരി പോലുള്ള അടിസ്ഥാന ഉപയോഗ വസ്തുക്കളുടെ വിലവർധന തടയാൻ ലക്ഷ്യമിട്ടാണ് മന്ത്രാലയം പുതിയ നയം പുറത്തിറക്കിയിരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ അനുമതിയോടെ തന്നെ വില വർദ്ധിപ്പിക്കാവൂ എന്നതാണ് രാജ്യത്തെ നിയമം എന്നത്. പുതുക്കിയ നയമനുസരിച്ച് വസ്തുക്കളെ 2 വിഭാഗമായി തിരിച്ചിട്ടുമുണ്ട്. വില വർദ്ധിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങേണ്ടവ, അനുമതി ആവശ്യമില്ലാത്തവ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. മുൻകൂർ അനുമതി ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇപ്രകാരമാണ്. ആദ്യ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെങ്കിൽ വിതരണക്കാർക്ക് മന്ത്രാലയത്തിന് മുൻകൂർ അനുമതി നേടിയിരിക്കണം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. എന്താണ് വില വർധനവിന്റെ കാരണമെന്ന് വ്യക്തമായി ബോധിപ്പിക്കാൻ കഴിയണം എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചെലവ് വർദ്ധിച്ചതാണ് കാരണമെങ്കിൽ എന്തുകൊണ്ട് ചെലവ് വർദ്ധിച്ചു എന്നും എത്ര വർധനവുണ്ടായെന്നും വ്യക്തമാക്കിയിരിക്കണം. മുട്ട, പാൽ, ഫ്രഷ് ചിക്കൻ, ബ്രെഡ്, അരി, ഉപ്പ്, ധാന്യം, പയർവർഗ്ഗങ്ങൾ, പാചക എണ്ണ, മിനറൽ വാട്ടർ ഉൾപ്പെടെ 11,000 വസ്തുക്കളാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻകൂർ അനുമതി ആവശ്യമില്ലാത്തവ. ചില ഉൽപ്പന്നങ്ങളുടെ വില മുൻകൂർ അനുമതി തേടാതെ തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. സുലഭമായി ലഭിക്കുന്നവ, മത്സരക്ഷമത, ധാരാളം വിതരണക്കാർ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ്, മധുരപലഹാരം, ചില ചീസ് ഉൽപ്പന്നങ്ങൾ, ഫ്രോസൺ ഭക്ഷ്യവസ്തുക്കൾ, ജ്യൂസ്, ഐസ്ക്രീം, ചായ, കോഫി, ഗോതമ്പ്, ഓട്സ്, പൊട്ടറ്റോ ചിപ്സ്, ചില ബിസ്ക്കറ്റുകൾ, ശുചീകരണ വസ്തുക്കൾ, ടൂൾസ് തുടങ്ങിയവ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിനാൽ തന്നെ വൻ വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ കർശന നിരീക്ഷണം നടത്തുന്നതായിരിക്കും. 300 അവശ്യ വസ്തുക്കളുടെ വിലവർധന എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കും. ഇതിനായി 40ഓളം ഔട്ട്ലെറ്റുകളിൽ സ്ഥിരം നിരീക്ഷണം നടത്തുകയും ചെയ്യും. വിലവർധന ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ഥാപന ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുന്നതായിരിക്കും. പ്രാദേശിക അതോറിറ്റികളുമായി സഹകരിച്ച് നിരന്തര പരിശോധനകൾ നടത്തുകയും ചെയ്യും. മത്സ്യം, ഇറച്ചി, ബ്രെഡ്, ധാന്യം, പാൽ, ചീസ്, മുട്ട, എണ്ണ, പച്ചക്കറി, പഴം, വെള്ളം, ജ്യൂസ്, ശുചിത്വ ഉപകരണങ്ങൾ എന്നിവയുടെ വിലയാണ് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.